നിങ്ങൾക്ക് ഏവർക്കും വന്നവനും പരിപാലിക്കുന്നതുമായ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹബന്ധനം അറിയിക്കുന്നു. എനിക്കൊരു സംശയം, ഞാൻ സെന്റ് പോൾസ് മാർത്തോമാരുടെ ഇടവിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന്. കാരണം ഞാൻ നേരത്തെ കണ്ട ജനമല്ല ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. എല്ലാവരും നന്നേ പ്രായം കുറഞ്ഞ് സുന്ദരന്മാരും സുന്ദരികളുമായി മാറി എന്നുള്ളത് ഒരു സത്യമാണ്. ഈ ഗാനാഞ്ജലി തീർത്തും നമ്മൾ ഒരുമിക്കും ആത്മീയവർദ്ധനവിനും കുടുംബങ്ങൾ തമ്മിലുള്ളതായ സഹകരണത്തിനും ശക്തമായി സ്വാധീനിച്ചു എന്നുള്ളത് അന്തർഗതമായ സംഗതിയാണ്. 75 വയസ്സിനും 80 വയസ്സിനും മുകളിലുള്ള ഗായക സംഘാംഗങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് എത്രയോ ഹൃദ്യമാണ്. മുംബൈയിൽ നിന്ന് സ്റ്റാൻലിയും ബാംഗ്ലൂരിൽ നിന്ന് ഡോക്ടർ ജോൺസണും സഹധർമ്മിണിയും ദുബായിൽ നിന്ന് ബേബയും ഒക്കെ ഇവിടെ സംബന്ധിക്കുമ്പോൾ ഈ പാട്ടുകൾ എത്രമാത്രം നമ്മെ ആകർഷിക്കുന്നു എന്നുള്ളത് വിസ്മയനീയമാണ്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. സംഗീതം ദൈവദത്തമാണ്. മനുഷ്യ മനസ്സിന്റെ അത്യഗാധ നിർവഹിക്കയിൽ സാന്ദ്രത പ്രാപിച്ച ദുഃഖങ്ങളാകട്ടെ, സന്തോഷങ്ങളാകട്ടെ, ആവലാദികളാകട്ടെ, പരിഭവങ്ങളാകട്ടെ, നിരാശകളാകട്ടെ, അവയെല്ലാം വികാരങ്ങളുടെയും ബൗദ്ധികതയുടെയും ഭാഷയുടെയും നീർച്ചാലുകളായി ഒത്തുചേർന്ന് അവ ഗാനങ്ങളായോ ഗർജനങ്ങളായോ മറ്റ് ഭാഷണങ്ങളായോ വ്യക്തിയുടെ ബോധതലത്തിൽ നിന്നും മറ്റുള്ളവർക്ക് അനുഭവേദ്യമാകത്തക്കവണ്ണം പെയ്തിറങ്ങും എന്നുള്ള സത്യമാണ്. മുന്നമേ മനുഷ്യ മനസ്സിന്റെ ബോധതലത്തിൽ നിന്നും ഉപബോധതലത്തിലേക്ക് ഒലിച്ചിറങ്ങി ഉറമ വചനാണെന്നെങ്കിൽ അവിടെ നിന്നും രൂപാന്തരം പ്രാപിച്ച് ശക്തിപ്പെട്ട് പെയ്തിറങ്ങുന്നത് ഭക്തിഗാനങ്ങളായിരിക്കും. സ്നേഹമാണെങ്കിൽ തിരികെ എത്തുന്നത് സ്നേഹഗീതങ്ങളും പ്രണയഗീതങ്ങളും ആണ്. മറ്റു രസങ്ങളാണെങ്കിൽ സംഗീതത്തിന്റെയും ഭാഷണത്തിന്റെയും സ്വരവും താളവും സംഗതിയും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. സൈക്കോളജിസ്റ്റ് ഓർപ്പിക്കുന്നത് പോലെ സ്ക്രിപ്റ്റായി രൂപപ്പെട്ടതിന് മാത്രമേ ജീവിക്കാനും രസിക്കാനും ചിരിക്കാനും നയിക്കാനും സാധ്യമാകും. ഇന്ന് ഈ സംഗീത സന്ധ്യയ്ക്ക് നാം കൊടുത്തിരിക്കുന്ന പേര് ആത്മരാഗം എന്നാണ്. സോൾ മെലഡി, സോങ് ഓഫ് ദ സോൾ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. നോമ്പ് കാലങ്ങളിലെ നമ്മുടെ കർത്താവ് കടന്നുപോയ സഹനങ്ങളുടെ വാഗ്മയ ചിത്രങ്ങളും താളവും ഈണവും വികാരങ്ങളും പ്രതീക്ഷകളും സമന്വയിപ്പിച്ച് ഭക്ത മനസ്സിൽ അനുതാപത്തിന്റെ പ്രളയം ഒലിച്ചിറങ്ങും എന്നുള്ളതിൽ ആ സംശയമില്ല. വിശ്വാസ തീർത്ഥയാത്രയിൽ ഭക്തർ അനുഭവിച്ച ദൈവാനുഭവങ്ങളുടെ ഗീതങ്ങളാണ് ആത്മീയമായി ഈ സന്ധ്യയിൽ നാം ഒരുക്കിയിരിക്കുന്നത്. ദൈവസ്നേഹത്തിൽ നടുത്ത ഹൃദയങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ വിശ്വാസത്തിന്റെ അതിലുപരി ജീവൻ തുടിക്കുന്ന ദൈവാനുഭവങ്ങളുടെ ആവിഷ്കാരങ്ങളാണ് ഇവയെല്ലാം തന്നെ. ദൈവമനുഷ്യർ തങ്ങളുടെ ജീവിതഭൂമിയിൽ അനുഭവിച്ച ദൈവിക നടത്തിപ്പിന്റെ ആവിഷ്കാരങ്ങളും ആണവ. ഇപ്പോ പാടിയത് കാണാനിടയായ ശിശുക്കൾക്കാകെ ഭാഗ്യമായി, ഇതുപോലുള്ള പാട്ടുകൾ നാം കേൾക്കുമ്പോൾ ക്രിസ്തുവിന്റെ രക്ഷാചരിതം ഭക്ത മനസ്സിൽ പ്രത്യേകമായ ഒരു അനുഭവമായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുപോലെ ദൈവമനുഷ്യർ തങ്ങളുടെ ജീവിത ക്യാൻവാസിൽ എഴുതി വരച്ച വരികൾ നമ്മെ ആകർഷിക്കുന്നു എന്നുള്ളതും സത്യമാണ്. മാർത്തോമാ സഭയിലെ അനുഗ്രഹീത ഗായകനായ സാധനച്ചൻ ക്യാൻസർ ബാധിച്ച് കീമോയിലൂടെ വെല്ലൂർ ഹോസ്പിറ്റലിൽ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ മരണം പോലും തന്നെ മാടി വിളിക്കുന്നതിൽ തോന്നുമ്പോൾ ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് താനിന്നോ വായിച്ച ഒരു പുസ്തകത്തിലെ കഥ അദ്ദേഹത്തിന്റെ മനതാരിൽ ഒഴുകിയെത്തിയത്. രണ്ടുപേർ പള്ളിയിൽ പോവുകയാണ്. ശക്തമായ മഴ. ആ മഴയിൽ ഒരുവൻ പറഞ്ഞു, എന്ത് കഠിനമായ മഴയാണ്, എപ്പോ തോരും? കേട്ടുനിന്ന സഹോദരൻ പറഞ്ഞു, ഒരു മഴയും തോരാതിരുന്നിട്ടില്ലല്ലോ. രോഗത്തിന്റെ കാഠിന്യത്തിൽ ഈ സന്ദേശം അച്ഛൻ്റെ മനസ്സിൽ ഒരു പുതിയ ഗാനശകലം എഴുതിയിടുവാൻ കൊണ്ടുമിടയായി. അച്ഛൻ പാടി,
ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ദശകങ്ങൾ കഴിയുമ്പോഴും ഇത് ഭക്ത മനസ്സിന് നൽകുന്നതായ ആശ്വാസം വളരെ വളരെ ഹൃദ്യമാണ്. കോളേജ് കാലത്ത് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു കഥയാണ് ലിഡിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥ. ലിഡിയ ചെറുപ്പക്കാരിയാണ്. അന്നത്തെ പ്രീ ഡിഗ്രിക്ക് കൊല്ലം ഫാത്തിമ മാത കോളേജിൽ അഡ്മിഷൻ കിട്ടി പഠിക്കുന്ന കുട്ടിയാണ്. അവൾ പ്രത്യേകമായ രീതിയിലാണ് അവളുടെ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത്. അന്നത്തെ കോളേജിലെ ഏറ്റവും അവിടെ PG വരെ ഉണ്ടല്ലോ, ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പോലും ചെയ്യുന്ന ഒരു കുഴപ്പം, അവർ കോളേജിൽ സിഗരറ്റ് വലിച്ചിങ്ങനെ പുകച്ചുരുളുകൾ മേലോട്ട് വിടുന്നതായ ഒരു സ്റ്റൈൽ അന്നുണ്ട്. മാത്രമല്ല പെൺകുട്ടികൾ ചെന്നപ്പോൾ അവരെ തലയിൽ പൂവെടുക്കുക, അവരെ വസ്ത്രത്തിൽ കൊടുക്കുക, മറ്റു ചില കുറച്ച് പരിപാടികളുമുണ്ട്. ലിഡിയ സൺഡേ സ്കൂളിൽ പഠിച്ച് വളർന്ന യുവസംഘത്തിലൂടെയൊക്കെ വളർന്നതായ പെൺകൊച്ച് ഇത് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായില്ല. അവിടെ കയ്യിൽ ഒരു വേദപുസ്തകം കൂടെ ഉണ്ട്. ഈ PGയിലെ പിള്ളേർക്ക് ചെയ്യുമ്പോൾ അവിടെ ചെന്നു, അച്ചാച്ച ഇത് തെറ്റല്ലേ അച്ചാച്ച, ഇങ്ങനെ പോയത് ശരിയാണോ അച്ചാച്ച? ചേച്ചി അങ്ങനെ പാടില്ലല്ലോ. പ്രായമായ ആളുകൾക്ക് പോലും ലിഡിയെ പേടിയായി. കാരണം അവൾ ഉപദേശിക്കും. മരച്ചോട്ടിലിരിക്കുമ്പോൾ പറയും അങ്ങനെ പാടില്ലല്ലോ. അതുകൊണ്ട് അവരെ എല്ലാവരുടെ പേര് കൊടുത്തു, ലിഡിയ ഉപദേശിനി വരുന്നു, ഉപദേശിനി വരുന്നു എന്നൊക്കെ പറയും. എന്നാൽ വിധി മറ്റൊരു തലത്തിൽ ആയിരുന്നു. അവൾ ബ്ലഡ് ക്യാൻസറിന് അടിമയായി. ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. കീമോകളെല്ലാം കഴിഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞു ലിഡിയയ്ക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കില്ല. ലിഡിയ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി തൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. തന്നെ കാണാൻ വന്ന സിസ്റ്റേഴ്സിനോടും കൂട്ടുകാരികളോടും അവൾ കരഞ്ഞില്ല, തന്റെ സങ്കടം പറഞ്ഞില്ല, പകരം പുഞ്ചിരിയോടുകൂടെ അവരെ അഭിമുഖീകരിച്ചു. മരണം തന്നോട് അടുക്കാറായി എന്ന് തോന്നിയ സമയത്ത് തന്നോടൊപ്പം നിന്നതായ കൂട്ടുകാരികളോടും ടീച്ചേഴ്സായ സിസ്റ്റേഴ്സിനോടും അവൾ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സ് എന്താണ് ആഗ്രഹം? ലിഡിയ അവളോട് പറഞ്ഞു, ലോകെ ഞാനൊരു നോട്ടം തികച്ചു എന്ന പാട്ട് ഒന്ന് പാടാമോ? എല്ലാവരെയും കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും അവളുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിൽ അവരെല്ലാവരും ചേർന്ന് ആ പാട്ട് പാടി. നമുക്ക് ചേർന്ന് പാടാം. ലോകെ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗ്ഗേരുതിനായി, ലോകെ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗ്ഗേരുതിനായി, പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരൻ സന്നിധിയിൽ, പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരൻ സന്നിധിയിൽ. ശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് വളരെ ധ്യാനാത്മകമായി പാടാം. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേടുന്നു, ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിയും ഞാൻ എന്ന പാട്ടിന്റെ ആ ചരണം പാടുമ്പോഴേക്കും ലിഡിയ എന്നേക്കുമായി ലോകം വിട്ട്
തനിക്ക് ജീവൻ നൽകിയ, ശരീരം നൽകിയ ദൈവത്തിങ്കലേക്ക് ചേർന്നു. എന്നെ കേട്ടുന്ന പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഭക്ത മനസ്സുകളിൽ ഗാനങ്ങൾ സ്വാധീനിക്കുന്നത് എന്നത് പറയുവാനായിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഓരോ ഗാനങ്ങളും ഓരോ ജീവിതാനുഭവം കൊണ്ട് നേർക്കാഴ്ചകളാണ്. വിശ്വാസത്തിൽ അവനത് ഉറപ്പിക്കുന്നു, വിശ്വാസത്തിൽ വളരേണ്ടതിനെ കുറിച്ച് നമ്മോട് നിർദ്ദേശിക്കുന്നു, സമർപ്പണത്തിനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പ്രതീക്ഷയോടുകൂടെ വിശ്വാസത്തിൽ ഉറച്ച ജീവിതത്തെ അഭിമുഖീകരിപ്പാൻ നമ്മെ പ്രബലമാക്കുന്നു. നമുക്കും ഓരോ കാലത്തിലൂടെയും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ സമഗ്രമാക്കാൻ, ജീവിതതാളവും ഹൃദയതാളവും സമയതാളവും സമന്വയിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ഒരു ഗാനാഞ്ജലിയായി ദൈവസന്നിധി സമർപ്പിക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.